കഴിഞ്ഞ സൺഡേ ആയിരുന്നു UST ട്രിവാൻഡ്രം മാരത്തോൺ. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ഞാനൊരു റിക്കവറി റൺ പോയതിൻ്റെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു 8 കിലോമീറ്റർ റിക്കവറി റൺ. പക്ഷേ എന്താണ് റിക്കവറി റൺ? 1-2 പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ റിക്കവറി റൺ എന്താണെന്ന്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ റിക്കവറി റൺ ബേസിക്കലി നിങ്ങളൊരു ഹൈ ഇൻറ്റൻസിറ്റി റണ്ണിൻ്റെ അടുത്ത ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ വരുന്ന ദിവസങ്ങളിലോ ചെയ്യേണ്ട ഒരു ആക്റ്റീവ് റിക്കവറിയെ എയ്ഡ് ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ റണ്ണിനെയാണ് നമ്മൾ റിക്കവറി റൺ എന്ന് പറയുന്നത്. നിങ്ങളൊരു ഇൻറ്റൻസ് ആയിട്ടുള്ള റണ്ണ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ മസിൽസ് ടൈറ്റ് ആവും. പ്രത്യേകിച്ച് ഹാഫ് മാരത്തോൺ പോലത്തെ ഒരു 21 കിലോമീറ്ററൊക്കെ വരുന്ന ഡിസ്റ്റൻസൊക്കെ നിങ്ങൾ നല്ല ഇൻറ്റൻസിറ്റിയിൽ ഓടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലിൻ്റെ പല മസിൽസും ടൈറ്റ് ആവും. കോഡ്സ്, ഹാംസ്ട്രിങ് ഒക്കെ ടൈറ്റ് ആവും. സോ ഈ ടൈറ്റ്നസ് മാറാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് റിക്കവറി റൺ എന്ന് വിളിക്കുന്നത്. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. സോ എനിക്കെപ്പോഴും ഒരു ഇൻറ്റൻസ് റണ്ണ് കഴിഞ്ഞാൽ മസിൽസ് ടൈറ്റ് ആവാറുണ്ട്. സോ അത് ലൂസ് ആവാൻ എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യാറുള്ള സംഭവമാണ് റിക്കവറി റൺ. കാരണം റിക്കവറി റൺസ് നമ്മൾ വളരെ ലോ ഇൻറ്റൻസിറ്റിയിലായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ തന്നെ ആ ഒരു സ്റ്റോറി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ യൂഷ്വലി ഓടുന്ന പേസ് ഒരു 5:20, 5:25 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ റിക്കവറി റൺ ഒരു 7:43 പേസ് ആയിരുന്നു. അത്രയും ഡിഫറൻസ് വന്നു. അതുപോലെ ഹാർട്ട് റേറ്റ് നമ്മൾ സോൺ 2-ൽ തന്നെ കഴിയുന്നത് നിർത്തും. അപ്പോൾ എൻ്റെ അന്നത്തെ ആവറേജ് ഹാർട്ട് റേറ്റ് ഒരു 148 ഒക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അത്രയും ലോ ഇൻറ്റൻസിറ്റിയിലുള്ള ഒരു റണ്ണായിരിക്കും. ഇങ്ങനെയുള്ള റണ്ണ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഫ്ലോ, അതായത് കാലിലെ മസിൽസിലുള്ള ബ്ലഡ് ഫ്ലോ ഇമ്പ്രൂവ് ആവുന്നതുകൊണ്ട് മസിൽ റിപ്പയർ കുറച്ചും കൂടെ ഫാസ്റ്റർ ആവും. അതാണ് അതിൻ്റെ ബാക്കിലുള്ള സയൻസ് വരുന്നത്. കാരണം പാസീവ് റിക്കവറി, ആക്റ്റീവ് റിക്കവറി എന്ന് പറഞ്ഞാൽ 2 സംഭവമുണ്ട്. പാസീവ് റിക്കവറി എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും ആക്ടിവിറ്റി ഒന്നും ഇല്ലാതെ റെസ്റ്റ് എടുത്ത് വേദന മാറ്റുന്നതിനാണ് നമ്മൾ പാസീവ് റിക്കവറി എന്ന് പറയുന്നത്. ആക്റ്റീവ് റിക്കവറി നമ്മൾ ലൈറ്റ് മൂവ്മെൻറ്റ്സ് ആഡ് ചെയ്യും. അതിപ്പോൾ ഓട്ടം തന്നെ വേണമെന്നില്ല, ലൈറ്റ് വാക്കിംഗ് ആണെങ്കിലും നമുക്ക് ആക്റ്റീവ്, അതായത് എന്ത് മൂവ്മെൻറ്റ് ആഡ് ചെയ്ത് നിങ്ങൾ റിക്കവർ ചെയ്യുന്നു അതിനെ നമുക്ക് ആക്റ്റീവ് റിക്കവറി എന്ന് പറയാം. അപ്പോൾ റിക്കവറി റണ്ണ് തന്നെ വേണമെന്നില്ല, റിക്കവറി വാക്കായാലും മതി. പക്ഷേ നമ്മളൊരു ഹൈ ഇൻറ്റൻസിറ്റി റണ്ണിന് ശേഷം നേരെ വീണ്ടും ഉള്ളൊരു ഹൈ ഇൻറ്റൻസിറ്റി എഫേർട്ടിൽ പോകുന്നതിനേക്കാളും എപ്പോഴും നല്ലൊരു ഓപ്ഷൻ നിങ്ങൾ റിക്കവറി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഈസി ആയിട്ടോ ഒരു റണ്ണ് ചെയ്ത് ഈസിലി ബിൽഡ് ചെയ്ത് തിരിച്ചൊരു ഇൻറ്റൻസ് ആയിട്ടുള്ള വർക്കിൽ പോകുന്നതായിരിക്കും എപ്പോഴും സേഫ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, ഇഞ്ചറിയൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് റിക്കവറി റൺ. റിക്കവറി റണ്ണും ഈസി റണ്ണും വളരെ സിമിലറാണ്, പക്ഷേ എന്നാൽ ഡിഫറൻസ് ഉണ്ട്. സോ ഇന്ന് ഞാൻ പോകുന്ന ഒരു ഈസി റണ്ണാണ്. ആ ഈസി റണ്ണിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അടുത്ത വീഡിയോയിൽ ഈസി റണ്ണിനെ പറ്റി കവർ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ റണ്ണിങ് കണ്ടൻറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.